ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജപ്തി നടപടികൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു. ആ സമയത്ത് MLA വരികയാണ്. ആ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ MLA വന്ന് ചാടി. അയാൾ വെപ്രാളത്തോടു കൂടി JCB ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന JCB ഓപ്പറേറ്ററോട് വേണ്ട 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 എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ബാങ്കിലെ സെക്രട്ടറിയെ പതുക്കെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ബാക്കി എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് വേണം. അങ്ങനെ ബാങ്ക് മാനേജർ എന്നിട്ട് ഇവരോട് പറഞ്ഞു, അതേ ജപ്തി നീട്ടി വെച്ചിരിക്കുന്നു മാഷെ. കമലയ്ക്ക് ഇത് കേട്ട് ഉണ്ടായ ആശ്വാസം. അതിൻ്റെ ഉത്തരവ് എവിടെ എന്ന് സുധാകരൻ മാഷി ചോദിച്ചപ്പം അത് രേഖാമൂലം പിന്നെ ഞങ്ങൾ അറിയിച്ചോളാം. അതുപോരല്ലോ ഇന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ തൽക്കാലം ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ പൊളിക്കാൻ വരില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ MLA പറഞ്ഞു, തൽക്കാലം വരില്ല. അതുപോലെ മാത്രമല്ല എല്ലാം വേഗം ക്ലിയർ ചെയ്തോളാൻ SI സാബുവിനോടും പറഞ്ഞു. പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ എടുത്ത് മാറ്റാനും ഓരോരുത്തർ അവിടെ നിന്ന് പോയി. പിന്നെ MLA മാത്രമായി. MLA പതുക്കെ വേദയ്ക്കരികിലേക്ക് ഇവർക്കെല്ലാം അരികിലേക്ക് വന്നു. ഞാൻ ഇന്നലെ നിൻ്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ വിളിച്ചിരുന്നു. എല്ലാം അവസാനിപ്പിച്ച് എന്നോടും മോനോടും മാപ്പ് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ അവനൊരു നഷ്ടവും വരില്ല എന്ന് അവനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ. അവനെ എന്നെ വെല്ലുവിളിച്ചിട്ട് വേണം ഈ ജപ്തി ഒഴിവാക്കാനായിട്ട്. അവൻ കളിച്ചതേ ഇച്ചിരി കൂടിയ കളിയായി. കൂടിയ കളി ആവട്ടെ. തൽക്കാലം അവൻ ജയിച്ചു എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അവനോട് പറഞ്ഞേക്കണം ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് MLA പോകാൻ തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ നമ്മുടെ വേദയ്ക്ക്? വേദ സാർ എന്ന് വിളിച്ചു. അങ്ങനെ MLA അവിടെ നിന്നു. അതെ, കുറച്ച് നേരത്തിനുള്ളിൽ വെറും മണ്ണും പൊടിയും ആയി മാറേണ്ടിയിരുന്ന ഈ വീട് ഇതുപോലെ തന്നെ നിലനിർത്താൻ വിക്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ തോറ്റു തരുന്ന ആളല്ല വിക്രം. അത് മനസ്സിലായോ? അത് മനസ്സിൽ വെക്കുന്നതേ നല്ലതാ. MLA മറുപടി പറഞ്ഞില്ല. വേദയ്ക്ക് ഒരു നമസ്കാരം കൊടുത്ത് കൈകൂപ്പി. വേദയും തിരിച്ച് കൈകൂപ്പി. MLA വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. കമലയാണെങ്കിൽ മാഷേ നമ്മുടെ മോൻ നമ്മുടെ ജപ്തിയിൽ നിന്ന് രക്ഷിച്ചു. എല്ലാവരും കൂടി തള്ളിക്കളഞ്ഞ എൻ്റെ മോൻ തന്നെ വേണ്ടി വന്നു അവസാനം തെരുവിലിറക്കാതെ നമ്മളെല്ലാവരും രക്ഷിക്കാനായിട്ട്. അല്ലേ മാഷേ എന്നൊക്കെ മാഷി ചോദിച്ചപ്പോൾ നിനക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് തോന്നുന്നതേ നിൻ്റെ മനസ്സൊരു അമ്മയുടേതായതുകൊണ്ടാണ്. പക്ഷേ വറച്ചട്ടയിൽ നിന്ന് എരുതിയിലേക്കെന്ന് പറയാറില്ലേ, ഇപ്പോഴത്തെ രക്ഷപ്പെടൽ അത്രയേ ഉള്ളൂ, അത്രേ ഉണ്ടാകാവൂ. ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയ MLAയുടെ വാക്കുകളിലുണ്ട് ഈ വീടിനെ കാത്തിരിക്കുന്ന ദുരന്തം എന്ന് പറഞ്ഞിട്ടാണ് മാഷ് അങ്ങകത്തേക്ക് കയറി പോകുന്നത്. പിന്നെ കാണിക്കുന്നത് MLA ആണ് കേട്ടോ. MLAയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. പതുക്കെ MLA അതെടുത്ത് നോക്കി. അതിനകത്ത് നിങ്ങളുടെ ഫാമിലി സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ടൊരു കോളാണ്. പെട്ടെന്ന് രേണു എന്ന ഭാര്യയെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ. ഹലോ രേണുക. ഹലോ, മോളെവിടെ? മോളെവിടെ? അവൾ എൻ്റെ കൂടെയുണ്ട്. ഒന്ന് ഫോൺ കൊടുക്ക്. ഒരിക്കലും മറക്കാത്തൊരു ബർത്ത്ഡേ നൈറ്റ് സമ്മാനമായി കിട്ടിയല്ലോ, അതനുഭവിച്ചിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയ വരുമ്പോൾ കണ്ടാൽ മതി എന്നും പറഞ്ഞ് രേണുക കോള് കട്ട് ചെയ്തു. അല്ലെങ്കിലും ഈ MLA ഇത്ര ദുഷ്ടനാണെങ്കിലും പേടി ഭാര്യയാണ്. ആകെ പേടിച്ചറിൻ്റെ ഫോൺ കട്ടങ്ങട് ചെയ്തു. എന്നിട്ട് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി MLA ആശുപത്രിയിൽ നിന്ന് വിളിച്ചതും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കറണ്ട് ഓൺ ആക്കാനായിട്ട് പുറകുവശത്തേക്ക് ചെന്നു. അങ്ങനെ കറണ്ട് ഓണാക്കി എന്നിട്ട് രേണു മോളേന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷേ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കേക്കിനടുത്തൊരു പേപ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഫാമിലിയെ ഇപ്പോൾ സുരക്ഷിതമാണ് ഞങ്ങളുടെ അരികിൽ. ജപ്തി ഒഴിവാകാതെ നിങ്ങളുടെ ഫാമിലിയെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. ജപ്തി ഒഴിവായില്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കട്ടിലിൻ്റെ തൊട്ടടുത്ത 2 ബെഡ് കൂടി നിങ്ങൾ ബുക്ക് ചെയ്തേരെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മുടെ MLA വാസവന് ദേഷ്യവും അതുപോലെ തന്നെ തോൽവിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി എറിയുകയാണ്. അതിനുശേഷമാണ് MLA വാസവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. MLA ഇതൊക്കെ ഇങ്ങനെ ഒരു ഓർക്കുകയാണ് കേട്ടോ വണ്ടിയിലിരുന്ന്. പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്ക് വിക്രം വരികയാണ്. വിനായകൻ ആ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു ഫോണിൽ കുത്തി കളിച്ചോണ്ട്. വിക്രം അകത്തേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിനായകൻ ഒയ്യോ കാലക്കിടാ മോനെ കാലക്കി, നീ അയാളെ ശരിക്കും മുട്ട് കുത്തിച്ചോ അല്ലേ? അത്ര പെട്ടെന്നൊന്നും വാസവും വഴങ്ങില്ലാന്ന് എനിക്കറിയാം. അല്ല എന്താ നീ ഒപ്പിച്ചത്? എന്തൊപ്പിക്കാൻ? മര്യാദയ്ക്കെന്ന് കാര്യം പറഞ്ഞു അയാൾക്ക് മനസ്സിലായി. പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളായിരുന്നെങ്കിൽ ഇവിടെ വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമായിരുന്നോ? നീ എന്താ ചെയ്തതെന്ന് പറ. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, എൻ്റെ വിനയേട്ടാ ഇവൻ അയാളെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും. അല്ലേടാ വിക്രം? അതല്ലേ നടന്നത്? എടാ നീ എന്ത് ചെയ്തിട്ട് അയാൾ വഴങ്ങിയെന്ന് പറയടാ. നീ അവിടെ നിൽക്കടാ.
എന്തായാലും ശ്രീജയും കേട്ടു അവരുടെ സംസാരം. അമ്മേ ദേ വിക്രം വന്നു. അങ്ങനെ വിക്രം അകത്തേക്ക് കയറി വരികയാണ്. അമ്മയാണെങ്കിൽ വിക്രത്തിനരികിലേക്ക് ഓടി വരിക. വിക്രമാണെങ്കിൽ വിജയച്ചിരിയോടുകൂടി തന്നെയാണ് അമ്മയ്ക്കരികിലേക്ക് വന്നത്, പുഞ്ചിരിയോടുകൂടി. മോനെ. ആ സമയത്ത് വേദ വന്നു. വേദയുടെ മുഖത്ത് നോക്കാൻ വിക്രത്തിനൊരു മടിയുണ്ട്. വേദയ്ക്കെല്ലാം അറിയാമെന്ന് വിക്രത്തിന് നന്നായിട്ട് അറിയാം. എത്ര ചോദിച്ചിട്ടും എന്ത് മാജിക്കാണ് ഇവൻ കാണിച്ചതെന്ന് പറയുന്നില്ലല്ലോ എന്ന് വിനായകൻ പറഞ്ഞപ്പോൾ, എന്ത് മാജിക്കാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോകാതെ കഴിഞ്ഞില്ലേ? അപ്പോഴാണ് വിശ്വം വന്നത്. അത് ശരിയാ, ഇതിൻ്റെ പുറകെ ഇനി കുരിശ് വരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം നന്ദിനി പറഞ്ഞു, ശരിയാ, മല പോലെ വന്നത് എലി പോലെ പോയി എന്നത് സത്യം, പക്ഷെ വീണ്ടും വരാലോ. അതുകൊണ്ടാണ് എന്ത് തരികട കാണിച്ചിട്ടാണ് ഇവൻ തൽക്കാലം ഈ പ്രശ്നം ഒഴിവാക്കിയതെന്ന് ഞാൻ ചോദിച്ചത്. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ വീടിനെ ബാധിക്കാൻ പോകുന്നില്ല, പോരെ? എല്ലാവരും ഉണ്ടായിട്ടും അവസാനം തെരുവിലിറങ്ങാതെ കാക്കാൻ ഇവൻ തന്നെ വേണ്ടി വന്നല്ലോ. ശ്രീജെ, ഇത്തിരി കടുകും മുളകൊക്കെ ഇങ്ങോട്ട് ഇക്ക്, ഞാനിവനെ ഒന്ന് ഒഴിഞ്ഞിടട്ടെ. അങ്ങനെ ശ്രീജ എടുത്തുകൊണ്ട് കൊടുത്തു. അത് ഒഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കമല. അപ്പോഴാണ് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വന്നത്. ഈ സമയത്തുണ്ടല്ലോ വേദയാണെങ്കിൽ ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. വിക്രത്തിന് വേദയെ നോക്കുമ്പോൾ മാത്രം ആ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, തല കുനിച്ച് കളയുകയാണ്. കടുകും മുളകും ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്താ ഇവിടെ എന്ന് ചോദിച്ചാണ് സുധാകരൻ മാഷ് വന്നത്. ഇച്ചിരി കടുകും മുളകും ഒഴിയായിരുന്നു. അതിനു മുമ്പേ ഈ ജപ്തി നടപടി ഒഴിവായത് നേരായ വഴിക്കാണോ എന്ന് മോനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് മതി കണ്ണു വീഴ്ചയ്ക്ക് കർമ്മം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കമല. എന്നിട്ട് അവിടെ അത് നിർത്തിയിട്ടോ. എങ്ങനെയായാലും ഇന്ന് ഈ വീടിനുള്ളിൽ കഴിയാൻ പറ്റിയത് ഇവൻ കാരണമല്ലേ മാഷേ? പിടിച്ചു പറിച്ച പണമായാലും പട്ടിണി മാറ്റാൻ ഉപകരിച്ചല്ലോ എന്ന ചിന്ത അല്ലേ കമല? അല്ലേ? അതല്ലേ? ആ വാസവൻ ജപ്തി അവസാനിക്കാൻ പറഞ്ഞു പോകുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, ഇതൊന്നും ഇവിടെ തീർന്നിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി ഒന്ന് ഓർത്തോണം. ഏത് നിമിഷവും ഇവിടെയുള്ളൊരു പേടിച്ച് തന്നെ കഴിയണമെന്ന് അല്ലേ? അങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ, നമ്മളെല്ലാവരെയും കുഴപ്പമില്ലാക്കുന്ന കാര്യമൊന്നും ഇവൻ ചെയ്യത്തില്ല. അതെ മാഷേ, ഇവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കാണുന്നുണ്ട് ആ മാഷിന് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇവൻ ശരിയായ വഴിയിലൂടെയാണ് ജപ്തി ഒഴിവാക്കി വാങ്ങിയതെങ്കിൽ അത് അവൻ തന്നെ പറയട്ടെ എന്ന് സുധാകരൻ മാഷ്. എന്താടാ നിനക്ക് മറുപടിയില്ലേ? മോനെ, നീ അമ്മയോട് സത്യം പറ, എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ ജപ്തി ഒഴിവാക്കിയത് നീ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടാണോ? അതിൻ്റെ പേരിൽ എന്തെങ്കിലും വേറെ കുഴപ്പമുണ്ടാകുമോ എന്നൊക്കെ കമല ചോദിക്കുക. അമ്മേ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, വാസവൻ ജപ്തി ഒഴിവാക്കി പോയതിൻ്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അപ്പം നിനക്ക് ഉണ്ടായേക്കാന്നല്ലേ അതിനർത്ഥം? അപ്പോഴേക്കും വിശ്വം ചോദിച്ചു, അതെ അച്ഛൻ ചോദിച്ചു, അതല്ല, വാസവനെ കൊണ്ട് ഈ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതെ, മുള്ളെടുക്കാൻ ചിലപ്പോൾ മുള്ള് തന്നെ വേണ്ടി വരും വിശ്വേട്ടാ. അതെ, മുള്ളെടുക്കാൻ മുള്ള് തന്നെ വേണ്ടി വരും. കേട്ടില്ലേ കമല? നിൻ്റെ മകൻ്റെ ഉപമ കേട്ടില്ലേ? മുള്ളൊഴിവാക്കി നടക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. മുള്ളെടുക്കാൻ മുള്ളല്ല. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നേരായ മാർഗത്തിലൂടെ അത് പരിഹരിക്കാൻ നോക്കിയിട്ടാണ്, അല്ലാതെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കാട്ടുനീതിയുടെ വഴിയിലൂടെയല്ല. അപ്പോൾ വിക്രം പറഞ്ഞു, ഇങ്ങോട്ട് പെരുമാറുന്നവനോടല്ലേ അങ്ങോട്ടും കാണിക്കേണ്ടതുള്ളൂ. വാസവൻ ജപ്തി നടപടി വേഗത്തിലാക്കിയത് നേരായ നടപടിയിലൂടെയാണോ? ഈ വീട്ടിലെ വെളിച്ചം നിർത്തിയതും നേരായ വഴിയിലൂടെയാണോ? അതുകൊണ്ട് അയാൾക്കെതിരെ ഞാനും നേരായ വഴിയിലൂടെ പോയില്ല, അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് വിക്രം ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പോഴേക്കും കമല സങ്കടത്തോടെ വിക്രം ഇങ്ങനെ വിളിക്കുക. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, ഇപ്പം അവൻ പറഞ്ഞത് ന്യായീകരണമല്ല, തെറിക്കുത്തരം മുറിപ്പത്തൽ. നിൻ്റെ മകൻ ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നത് അങ്ങനെയാണ്, ആയുധത്തിൻ്റെയും അക്രമത്തിൻ്റെയും വഴിയിലൂടെ. അത് ചോരയിലേ അവസാനിക്കൂ, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും. സുധാകരൻ മാഷ് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, എന്തായാലും അവൻ കാരണമാണ് തൽക്കാലം സ്വസ്ഥതയോടെ നമുക്കിതിനകത്ത് കഴിയാൻ പറ്റുന്നത്, അത് മാത്രം ആലോചിച്ചാൽ മതി. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് വിശ്വം ജോലിക്ക് പോയി. അപ്പോൾ വിനായകൻ പറഞ്ഞു, അമ്മ ഇനി അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, സത്യനീതി നമ്മൾ മാത്രം കാണിച്ചാൽ പോരല്ലോ. വിക്രം ഇത്രയും നാളും പരിചയിച്ച വഴി കയ്യൂക്കിൻ്റെയും ഭീഷണിയുടെയും വഴി തന്നെയാണ്. ആ വഴിയിലൂടെ നമ്മളെ അപായപ്പെടുത്താൻ വാസവൻ ശ്രമിച്ചപ്പോൾ അവൻ ആ വഴിയിലൂടെ തന്നെ തിരിച്ചടിച്ചു, അത്രേ ഉള്ളൂന്നേ എന്ന് നന്ദിനിയും വിനായകനും ഇവരൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ കമലയ്ക്കൊരു സമാധാനമില്ല. ശ്രീജ പറഞ്ഞു, അമ്മേ, അച്ഛൻ പറയുന്ന പോലെ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ രീതി മാറ്റണമെങ്കിലേ ആദ്യം ആ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണം, അല്ലാതെ ഒന്നും ശരിയാവാനൊന്നും പോണില്ല അമ്മേ. അപ്പോൾ വേദ പറഞ്ഞു, അത് ഞാൻ ചെയ്തോളാം ശ്രീചേട്ടത്തി. കമല ഇത് കേട്ടിട്ട് നോക്കി നിൽക്കുക കേട്ടോ.
വിക്രം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് വേദ പറഞ്ഞപ്പോൾ ഇത്രയും കാലം എൻ്റെ മകനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ട് എന്തായി വേദ? നടന്നോ? ഇല്ലല്ലോ. ഓരോ തവണയും അവൻ കൂടുതൽ കുരുക്കിലേക്കല്ലേ പോയിട്ടുള്ളൂ. അതെല്ലാം ഞാൻ കാരണം എന്നാണോ അമ്മ പറയുന്നത് എന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് മറുപടിയൊന്നും കമല പറഞ്ഞില്ല. അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദ വന്നു. അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ടോ? അയാൾ ജപ്തി നടപടി നിർത്തിവെക്കാൻ മാത്രം വിക്രം എന്താ ചെയ്തത്? അപ്പോൾ ഞാനെന്തിനാണ് നിന്നോട് പറയുന്നത് എന്ന് വിക്രം ചോദിച്ചപ്പോൾ വേണം, നിങ്ങളും വാസവനും ഒരേ തരത്തിലുള്ള ക്രിമിനലാണോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഇത്ര നാളും കൂടെ താമസിച്ചിട്ട് ഞാൻ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേ? അതറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ ആരെങ്കിലും തള്ളി ആശുപത്രിയിലാക്കിയിട്ടാണോ വാസവൻ വഴങ്ങിയത്? ആണോ? അനാവശ്യമായിട്ട് ഞാൻ ആരോടും ഇതുവരെ ഒന്നിനും പോയിട്ടില്ല. നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല. പക്ഷേ സത്യം അതാണ്. വാസവനെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കാൻ ഞാൻ ഇത്തിരി വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നത് നേര് തന്നെയാണ്. പക്ഷേ ഒരാളെ ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല. ആ വഴി എന്തായിരുന്നു എന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ എന്ന് വേദ ചോദിക്കുകയാണ്. വിക്രം ഒന്നും മിണ്ടുന്നില്ല. എന്താ, എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? ഓ, അത് നീ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ, എനിക്കൊന്നുമില്ല. എന്തായാലും അവരാ കാര്യം പറഞ്ഞ് ഒരു പരാതി ഉന്നയിക്കാൻ പോകുന്നില്ല. അതിന് വാസവൻ നിർബന്ധിച്ചാൽ പോലും. അപ്പോൾ വേദ ചോദിച്ചാൽ അവരോ എന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ വാസവൻ്റെ വീട്ടുകാരാണോ? അപ്പോഴേക്കും വിക്രം ഒന്ന് ചിരിക്കുക. വാ, കലക്കി. നീ എത്ര പെട്ടെന്ന് അത് കണ്ടുപിടിച്ചത്? വിക്രം അവരോട് എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലെന്നേ. അതല്ല, ഇത്ര പെട്ടെന്ന് വാസവൻ ഇവിടെ നേരിട്ടെത്തി ജപ്തി തടയണമെങ്കിൽ അയാൾ കാര്യമായിട്ട് ആരോ ഭയപ്പെട്ടിട്ടുണ്ട്. അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് വിക്രം ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ വിക്രം ഒന്ന് ചിരിക്കുക കേട്ടോ. രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യയും കുഞ്ഞും അവിടെ ഇല്ല എന്ന് കണ്ടാൽ ആർക്കായാലും പേടി തോന്നാതിരിക്കുമോ? തോന്നാതിരിക്കുമോ? എന്തായാലും നമ്മുടെ വിക്രവും കൂട്ടരും ചേർന്നിട്ട് ആദ്യം പോസ്റ്റിലെ കറണ്ട് കണക്ഷൻ ഓഫാക്കി, അത് കഴിഞ്ഞ് വൈഫൈ കണക്ഷൻ ഓഫാക്കി. ഞങ്ങൾ അകത്ത് കയറി 15 മിനിറ്റിനുള്ളിൽ സജീവനോട് വിളിച്ച് അത് ചെയ്യാൻ പറയണം. അതോടുകൂടി വാസവൻ ഇവിടുന്ന് പോകും. അയാൾ പോയി എന്ന് ഉറപ്പായാൽ നമ്മുടെ വണ്ടി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. ഞാൻ അകത്ത് കയറിയ പുറത്തെ മെയിൻ സ്വിച്ച് നീ ഓഫ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ അവർ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ കട്ട് ചെയ്തത് പോസ്റ്റിൽ കയറിയിട്ട്. വാസവനും വാസവൻ്റെ മകളും ഭാര്യയും കൂടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് പോയില്ലായിരുന്നോ? ആ ഒരു സമയത്താണ് ഇന്നലെ പൂജാമുറിയിലേക്ക് പോയ ആ ഒരു സമയത്താണ് രാജേട്ടൻ അകത്ത് കയറിയത്. അകത്ത് കയറി ഇൻവെർട്ടർ അങ്ങ് ഓഫാക്കാണ് ആദ്യം. മാത്രമല്ല ജോസഫിന് നിർദ്ദേശവും കൊടുത്തു പുറത്ത് പവർ ഓഫാക്കാനായിട്ടുള്ള നിർദ്ദേശം. അപ്പം പോസ്റ്റേ കയറി കറണ്ട് കട്ട് ചെയ്തതായിരുന്നില്ല, പോസ്റ്റേ കയറി വൈഫൈയുടെ കണക്ഷനൊക്കെ കട്ട് ചെയ്തതായിരുന്നു. എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കാനായിട്ടുള്ള നിർദ്ദേശം ജോസഫിന് കൊടുത്തു. ഇതേ സമയം കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് വാസവനും ഭാര്യയും മകളും കൂടിയിട്ട്. പക്ഷേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കറണ്ട് പോയത്. ആ സമയത്ത് MLAക്ക് ആശുപത്രിയിൽ നിന്ന് കോള് വരികയും പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഇവർ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, നിങ്ങൾ വരണ്ട, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം, നാളെ രാവിലെ പോകാം. കറണ്ട് പോയില്ലോ, അത് ഞാൻ KSBയിലേക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് MLA അവിടെ നിന്ന് പോകുന്നത്. MLA അവിടെ നിന്ന് പോയി എന്ന് കണ്ടതും നമ്മുടെ ഈ മെഴുകുതിരി എടുക്കാനായിട്ട് MLAയുടെ ഭാര്യ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയതാണ്. ആ സമയത്താണ് മുഖത്തേക്ക് മാത്രം ലൈറ്റ് അടിച്ചിട്ട്, നിങ്ങൾക്കറിയാമോ, നിങ്ങളെല്ലാവരും കറണ്ട് പോകുന്ന സമയത്തോ അല്ലെ രാത്രിയിൽ ഫുൾ വെട്ടമൊക്കെ കെടുത്തിയ സമയത്ത് കണ്ണാടി പോയി നോക്കി ഈ ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റോ നമ്മുടെ മുഖത്തിന് താഴെ വെച്ച് അടിക്കുമ്പോഴേക്കും ശരിക്കും നമ്മൾ പോലും പേടിച്ചു പോകും. ആ ഒരവസ്ഥയിലാണ് ഈ വിക്രവും ജോസഫും രാജേട്ടനും കൂടിയിട്ട് ഇവരെ പേടിപ്പിച്ച് അവസാനം രേണുക തലകറങ്ങി വീഴാണ് കേട്ടോ. MLAയുടെ ഭാര്യയെ തലകറങ്ങി വീഴാണ്. പിന്നെ കാണിക്കുന്നത് ഇവരെ കെട്ടിയിട്ടിരിക്കുന്നത് വിക്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു താവളത്തിലാണ് കേട്ടോ. അങ്ങനെ വായിലൊക്കെ തോർത്തൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അനിയൻകുട്ടൻ്റെ കൈക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, കയ്യിലൊരു ബാൻഡേജ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനിയൻകുട്ടൻ 2 കട്ടൻ കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. നിങ്ങളെ ആരും ഒന്നും ചെയ്തില്ല, പേടിക്കണ്ട കേട്ടോ, നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളുടെ വിക്രത്തിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതി, മനസ്സിലായോ? അനിയൻകുട്ടൻ അവരുടെ വായിലെ കെട്ടഴിച്ചു. സജീവൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു കേട്ടോ. അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുക. ഈ കാപ്പി കുടിക്കുന്നേ, പേടിക്കണ്ട, ഇതിൽ വിഷം ഒന്നും ഇട്ടിട്ടില്ല, കാപ്പിയാ. അപ്പോഴേക്കും വിക്രം വന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വിക്രം അവരോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അവസാനം
വിക്രത്തെയും കൂട്ടി നമ്മുടെ വേദ അവരുടെ വീട്ടിലേക്ക് എത്തി മാപ്പ് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വിക്രത്തെ വേദ നിർബന്ധിച്ചിട്ടാണ്. പക്ഷെ അവിടെ ചെന്ന് വേദ പറയുന്നത് വിക്രത്തിന് നിങ്ങളോട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, അപ്പം ഞാൻ കൂടെ വന്നൂന്നേ ഉള്ളൂ എന്ന്. എല്ലാവർക്കും വിക്രത്തിനോട് മതിപ്പ് കൂടുകയാണ്. വേദയാണ് അന്തം വിട്ട് വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ കേക്ക് മുറിയായി, ആഘോഷമായി. വാസവം വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യയും മകളും വിക്രത്തെയും ഭാര്യയെയും വേദയെയും ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഊട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ പറയാം. അന്തം വിട്ട് MLA ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാൻ പോകുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. സി യു അഗൈൻ. താങ്ക് യു.